വളരെ പഴയ ഒരു കഥയാണ് കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും അത് പൂർണ്ണമാകണം എന്നുണ്ട് എങ്കിൽ അത് എന്തൊക്കെ നേടിയാലും ഒരാളെ വലിയവനാക്കുന്നത് ഗുരുത്വം എന്ന ഒരു ഘടകമാണ്. അത് വെറും ഒരു ഘടകമല്ല, അതൊരു അനുഗ്രഹമാണ്. നമ്മളെ പഠിപ്പിച്ചവരെ, ഗുരുക്കന്മാരെ വേദനിപ്പിച്ചാൽ ആ ജന്മം എന്ത് നേടിയാലും പൂർണ്ണമാക്കാൻ കഴിയാത്ത ഒന്നായി തുടരും. ചലച്ചിത്ര താരം നവ്യ നായരെ കുറിച്ചാണ്. ചലച്ചിത്ര താരം നവ്യ നായരുടെ ഒരു ഗുരുത്വ ദോഷത്തെക്കുറിച്ച് പറയുകയാണ്. നവ്യ നായരുടെ ബാല്യകാല കലോത്സവ ഗുരുവായ ആലപ്പി സുദർശൻ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമോ? കലോത്സവ വേദിയിൽ ഒരു ചെറിയ കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞു. ആ കുട്ടിയെ മത്സരത്തിനായി ഒരുക്കി. മഹാഭാരതത്തിലെ കുന്തിയും കർണനും ഒക്കെ വേദിയിലെത്തി. സംസ്ഥാന തലത്തിൽ മിടുക്കിയായ അവൾ 1ാം സ്ഥാനവും നേടി. ആ കുട്ടി മലയാള സിനിമയിലെ ശ്രദ്ധേയമായ താരമായി വളർന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ആ ഗുരുവിന്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു വേദനയുണ്ട്. അത് ഒരു ജോഡി വസ്ത്രമാണ്. ഒരു ജോഡി വസ്ത്രം വാങ്ങിത്തരണമെന്ന് വാവിട്ട് നവ്യ നായരോട് ആവശ്യപ്പെട്ടപ്പോൾ പണമില്ല എന്ന മറുപടി ലഭിച്ചു എന്നാണ്. ആ വേദന ഇപ്പോഴും തന്നെ അലട്ടുന്നു എന്നാണ് ആലപ്പി സുദർശൻ പറയുന്നത്. 5ാം ക്ലാസ് മുതൽ നവ്യ നായരെ മോണോ ആക്ട് പഠിപ്പിച്ചിരുന്നത് ആലപ്പി സുദർശനാണെന്ന് അദ്ദേഹം പറയുന്നു. അന്ന് നവ്യയുടെ പേര് ധന്യ എന്നായിരുന്നു. ഈ കുട്ടിക്ക് നല്ല കഴിവുണ്ട്, കുട്ടിയെ പഠിപ്പിക്കണം, വലിയ ഫീസൊന്നും കിട്ടില്ല, എന്തെങ്കിലും തരും, പിന്നീട് അവൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഇയാൾക്കും രക്ഷപ്പെടാം എന്നാണ് അന്ന് നവ്യ നായർക്ക് വേണ്ടി തന്നെ സമീപിച്ച വ്യക്തി പറഞ്ഞത് എന്ന് ആലപ്പി സുദർശൻ ഓർക്കുന്നു. കുന്തിയും കർണനും വേദിയിലെത്തി. മഹാഭാരതത്തിലെ അതീവ വൈകാരികമായ ഒരു രംഗമായിരുന്നു നവ്യയ്ക്കായി തിരഞ്ഞെടുത്തത്. കർണൻ തന്റെ അമ്മയായ കുന്തിയാണ് എന്നറിയുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിന് തലേ ദിവസം കുന്തി കർണനെ കാണാൻ എത്തുന്ന രംഗം. അമ്മയും മകനും തമ്മിലുള്ള വളരെ വികാരനിർഭരമായ കൂടിക്കാഴ്ചയിൽ അഭിനയ സാധ്യതകൾ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ആ രംഗം മോണോ ആക്ടിനായി നവ്യയെ പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്തത്. മറ്റൊരു കുട്ടിക്ക് മഹാഭാരതത്തിലെ മറ്റൊരു വൈകാരിക രംഗം പഠിപ്പിച്ചു. അത് അമ്പയും ഭീഷ്മനും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു. നവ്യയും ചേർത്തലിൽ നിന്നുള്ള ആ കുട്ടിയും യുവജനോത്സവ വേദിയിൽ നേർക്ക് നേർ എത്തി. രണ്ടുപേരും വളരെ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് സുദർശൻ ഓർക്കുന്നു. ആരാണ് 1ാം സ്ഥാനത്തിന് അർഹ എന്ന് പറയാൻ പോലും സാധിക്കാത്ത അവസ്ഥ. അമ്പയും ഭീഷ്മരും തുല്യം, കർണനും കുന്തിയും തുല്യം, ജഡ്ജിമാർക്കും ആശയക്കുഴപ്പം. രണ്ടുപേരും സുദർശന്റെ ശിഷ്യന്മാർ. നവ്യയ്ക്ക് 1ാം സ്ഥാനം കിട്ടിയാൽ മറ്റേ കുട്ടിക്ക് ലഭിക്കില്ല, മറിച്ചാലും പ്രശ്നം. അതുകൊണ്ട് തന്നെ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് താൻ അവിടെ നിന്ന് മുങ്ങി എന്നതും സുദർശൻ ഓർക്കുന്നു. ഇവരിൽ ആർക്കാണ് 1ാം സ്ഥാനം കിട്ടിയാലും തെറി എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നി എന്നാണ് അദ്ദേഹം പറയുന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഫലം പ്രഖ്യാപിക്കുന്നതിന്റെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ നവ്യയ്ക്കാണ് 1ാം സ്ഥാനം എന്ന് മനസ്സിലാക്കി. നവ്യയുടെ അച്ഛൻ ബൈക്കിൽ അദ്ദേഹത്തെ തേടി ബസ് സ്റ്റാൻഡിലെത്തി. സാർ ഇങ്ങോട്ട് വരണം, പത്രക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് പത്രങ്ങളിലെ അഭിമുഖങ്ങൾ, ചിത്രങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു. ആ ചിത്രങ്ങൾ ഇപ്പോഴും നവ്യയുടെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ കാണാമെന്നാണ് ആലപ്പി സുദർശൻ പറയുന്നത്. കാലം കടന്നു, നവ്യ വളർന്നു. ഇഷ്ടം സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്തും നവ്യ തന്റെ അടുത്തെത്തിയ അനുഗ്രഹം വാങ്ങിയിരുന്നു എന്നതും ആലപ്പി സുദർശൻ ഓർക്കുന്നു. പിന്നീട് നന്ദനം സിനിമയുടെ ലൊക്കേഷൻ വടക്കൻ പറവൂരിലായിരുന്നു ലൊക്കേഷൻ. അവിടെ സംസ്ഥാന യുവജനോത്സവത്തിൽ നവ്യ 1ാം സ്ഥാനം നേടിയ വിവരം അദ്ദേഹം അറിഞ്ഞു. അപ്പോഴാണ് നവ്യയുടെ അച്ഛനോട് ആലപ്പി സുദർശൻ ഒരു ആവശ്യം പറയുന്നത്. സാറേ, നവ്യയ്ക്ക് സ്റ്റേറ്റിലാണ് ഫസ്റ്റ് കിട്ടിയത്, എനിക്കൊരു ജോഡി ഡ്രസ്സ് എടുത്തു തരണം. ഒരു ജോഡി ഡ്രസ്സ് അന്ന് 100 രൂപയ്ക്ക് കിട്ടും. എന്നാൽ അന്ന് പറഞ്ഞ മറുപടി അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. കയ്യിൽ കാശില്ല. നന്ദനം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്ന് ഓർക്കണമെന്നും ആലപ്പി സുദർശൻ പറയുന്നു. ആ വാക്ക് മനസ്സിൽ നിന്ന് പോകുന്നില്ല. സംസ്ഥാന തലത്തിൽ തന്റെ ശിഷ്യയ്ക്ക് 1ാം സ്ഥാനം നേടിക്കൊടുത്തതിന്റെ സന്തോഷത്തിനിടയിലും ഗുരുവിന് ലഭിച്ച ആ മറുപടി ഇന്നും വേദനയായി തുടരുകയാണ്. മണിക്കൂറുകളോളം കാത്തിരുന്ന മറ്റൊരു രാത്രിയെക്കുറിച്ചും സുദർശൻ പറയുന്നു. ഒരിക്കൽ പറവൂരിലെ ഒരു ലോഡ്ജിന്റെ പേര് പറഞ്ഞ് അവിടെ വന്ന് നവ്യയെ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആലപ്പി സുദർശൻ ലോഡ്ജിന്റെ റിസപ്ഷനിൽ കാത്തിരുന്നു. നേരെ ഒരുപാട് കഴിഞ്ഞിട്ടും ആരും എത്തിയില്ല. താൻ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം ഫോൺ വിളിച്ച് പറഞ്ഞു. പക്ഷേ സാറിനൊരു മുറി നൽകാനോ കാത്തിരിക്കാനുള്ള സൗകര്യം ഒരുക്കാനോ അധികൃതർ തയ്യാറായില്ല. 7:30 വീണ്ടും നവ്യ നായർ വന്നോ എന്ന് ചോദിച്ചപ്പോൾ അവർ നേരത്തെ വന്നല്ലോ എന്നായിരുന്നു മറുപടി. കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നവ്യയുടെ അച്ഛൻ കാത്തിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല. 8:30 വീണ്ടും വിളിച്ചു. 5 മിനിറ്റ് കൂടി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. 5 മിനിറ്റ്, 10 മിനിറ്റ്, അങ്ങനെ മണിക്കൂർ. ഒടുവിൽ ഒരു റൂം ലഭിച്ചു. അവൾ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. കാത്തിരിക്കൂ എന്നായിരുന്നു നവ്യയുടെ അച്ഛൻ അപ്പോഴും പറഞ്ഞ മറുപടി. 10:30 വെളിയെത്തി. മുറിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയും അദ്ദേഹത്തെ വേദനിപ്പിച്ചു. നവ്യയും കുടുംബവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. ടിഫിൻ ബോക്സുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ താൻ എപ്പോൾ എത്തിയെന്നോ ഭക്ഷണം കഴിച്ചോ എന്നോ ആരും ചോദിച്ചില്ല എന്നാണ് ആലപ്പി സുദർശന്റെ മറ്റൊരു വേദന. അന്ന് താൻ ഒന്നും കഴിച്ചില്ല. പഠിപ്പിച്ച ശേഷം മുറിയിലേക്ക് മടങ്ങി. ചായക്കടയോ ഹോട്ടലോ പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു. ഒടുവിൽ അന്ന് രാത്രി പട്ടിണി കിടന്നാണ് താൻ നേരം വെളുപ്പിച്ചത് എന്നും സുദർശൻ പറയുന്നു. രാവിലെ 6 മണിയോടെ ലൊക്കേഷനിലേക്ക് പോകേണ്ടതിനാൽ എല്ലാവരും തയ്യാറായി നവ്യ ലൊക്കേഷനിലേക്ക് പോയി. പിന്നീട് നവ്യയുടെ അച്ഛൻ വണ്ടിക്കൂലിയായി 500 രൂപ നൽകിയെന്നും ആലപ്പി സുദർശൻ പറഞ്ഞു. അതിനുശേഷം ഇന്നുവരെ വിളിച്ചിട്ടില്ല. മത്സരത്തിൽ നവ്യയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചതിൽ തനിക്ക് സന്തോഷമായിരുന്നു. എന്നാൽ നവ്യയ്ക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കണമെന്ന് പത്രക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നും സാർ മാത്രം പോയി എടുത്താൽ മതി എന്നുമാണ് നവ്യയുടെ അച്ഛൻ പറഞ്ഞത് എന്നും അദ്ദേഹം പറയുന്നു.
എന്തായാലും ഇതുവരെ നവിയെ പിന്നീട് വിളിച്ചിട്ടില്ല എന്നാണ് ആലപ്പി സുദർശൻ പറയുന്നത്. ഒരു ഗുരു ഒരു ശിഷ്യയുടെ വിജയത്തിനായി വർഷങ്ങളോളം ഒപ്പമുണ്ടായിരുന്നു. ആ ശിഷ്യ സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തി, പിന്നീട് സിനിമയുടെ വലിയ ലോകത്തേക്ക് പോയി. എന്നാൽ ആ യാത്രയുടെ ഓർമ്മകളിൽ ഇന്നും ആലപ്പി സുദർശന്റെ മനസ്സിൽ മായാത്ത ഒരു ജോഡി വസ്ത്രത്തിന്റെ വിലയല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്കും അതുണ്ടാക്കിയ വേദനയുമാണുള്ളത്. വസ്ത്രം വേണ്ട, പക്ഷെ ഇത്രത്തോളം വളർന്ന് വലുതായിട്ടും ഈ രംഗത്ത് വളരെയധികം പ്രശസ്തിയായിട്ടും ഒരു ജോഡി വസ്ത്രത്തിന് പണമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ ആ ഒരു മനസ്ഥിതിയാണ് ആലപ്പി സുദർശൻ ഇപ്പോഴും മനസ്സിൽ വേദനയെ കൊണ്ട് നടക്കുന്നത്. എന്തായാലും നവ്യ നായർ ഇത് അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖത്തെക്കുറിച്ച് അറിയുന്നുണ്ട് എങ്കിൽ, അദ്ദേഹം ഇങ്ങനെ ഒരു മനസ്സിലൊരു വേദന സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് അറിയുന്നുണ്ട് എങ്കിൽ, ഒരിക്കലും നവ്യ ഇനിയും അത് വേണ്ട എന്ന് വെക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു തെറ്റ് തൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയാണെങ്കിൽ താരം അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നവ്യ നായരൊക്കെ ഗുരുത്വത്തിന് ഒരുപാട് മാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.